സിരിജി മാലിദ്വീപിലെ പ്രസിഡന്റ് ഇന്ത്യയിലെ അല്ലെങ്കിൽ മോദിയുടെ കാല് പിടിക്കാൻ ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. മാലിദ്വീപിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുമായി ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ഒരു രാജ്യമാണ്. പിന്നീട് ഈ കഴിഞ്ഞ വർഷം മാലിദ്വീപിൽ ഒരു പുതിയ പ്രസിഡന്റ് വന്നതിന് ശേഷം ചൈനയുമായി ആ പ്രസിഡന്റ് കൂടുതൽ അടുക്കുന്നു. ഇന്ത്യയുമായുള്ള ബന്ധം അവിടെ കുറച്ച് വഷളായി വരുന്നു. പിന്നീട് ഇന്ത്യയുമായുള്ള ഒരു ബന്ധം ഇല്ലാതായി എന്ന് തന്നെ പറയാം. പക്ഷേ ഇപ്പോൾ മാലിദ്വീപിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മോദിയുടെ കാല് പിടിക്കാനായി ഇന്ത്യയിലേക്ക് മാലിദ്വീപ് പ്രസിഡന്റ് വരുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് മാലിദ്വീപിന് സംഭവിച്ചത്? എന്താണ് ഇപ്പോൾ ഇന്ത്യയുമായി അല്ലെങ്കിൽ ഇന്ത്യയുടെ കാല് പിടിക്കാൻ ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിച്ചു കൊണ്ടുവരാനുള്ള കാരണം? കഴിഞ്ഞ വർഷം നവംബറിലാണ് മുഹമ്മദ് മൊയ്സു എന്ന പുതിയ പ്രസിഡന്റ് മാലിദ്വീപിൻ്റെ ഭരണത്തിലേക്ക് എത്തുന്നത്. മുഹമ്മദ് മൊയ്സു അധികാരത്തിലേക്ക് വരാൻ വേണ്ടി ക്യാമ്പയിൻ നടത്തിയത് ഇന്ത്യ ഔട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് ഇന്ത്യക്കാരുടെ സഹായവും ഇന്ത്യയുമായിട്ടുള്ള നല്ല ബന്ധവും എക്കാലവും മാലിദ്വീപ് സൂക്ഷിച്ചിരുന്നു. അതിൽ അസൂയ പൂണ്ട ചൈനക്കാർ അതിൽ ഇടപെട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇന്ത്യക്കാരെ പുറത്താക്കി അവർക്ക് അവിടെ ഒരു മേധാവിത്വം സ്ഥാപിക്കാൻ ശ്രമിച്ചു. അതിന് ഈ മുഹമ്മദ് മൊയ്സുവിനെ കരുവാക്കി. മുഹമ്മദ് മൊയ്സു അവിടുത്തെ ഒരു മേയറായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇന്ത്യയെ പുറത്താക്കാം എന്നുള്ള ഒരു മുദ്രാവാക്യം വെച്ച് ജനങ്ങളുടെ ഇടയിൽ വലിയ പ്രചരണമൊക്കെ നടത്തി. എന്തായാലും മുഹമ്മദ് മൊയ്സു ജയിച്ചു. ഇതോടുകൂടി ഇന്ത്യയെ അവിടുന്ന് പുറത്തു പോകണം, ഇന്ത്യക്കാരായ സൈനികരെ അവിടുന്ന് മാറ്റണം, ഇന്ത്യയുടെ 2 വിമാനവും ഹെലികോപ്റ്ററും ഒക്കെ ഇവരെ സഹായിക്കാൻ അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ പുറത്തു പോകണമെന്ന് ആവശ്യപ്പെട്ടു. രാജ്യാന്തര തലത്തിൽ അത് ശ്രദ്ധേയമാവുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ വലിയ പ്രശ്നമായി ഇന്ത്യ എന്തായാലും പുറത്തുപോയി. അപ്പോൾ ചൈനയ്ക്ക് വേണ്ടിയാണ് നിലകൊണ്ടത്. ഇപ്പോൾ ചൈനയുടെ നിലപാടുകളൊക്കെ കപടമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ മുഹമ്മദ് മൊയ്സു ഇന്ത്യയിലേക്ക് വരാൻ പോവുകയാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാല് പിടിക്കാൻ. എന്നിട്ട് പറയുകയാണ് ഇന്ത്യ വാ എന്ന് പറഞ്ഞ് ക്ഷണിക്കുക. ഇപ്പോൾ ഇതിനൊരു പ്രശ്നം എന്ന് പറയുന്നത് നരേന്ദ്രമോദി കഴിഞ്ഞ വർഷം ലക്ഷദ്വീപ് സന്ദർശിച്ചിരുന്നു. സ്വാഭാവികമായി അദ്ദേഹം അവിടുത്തെ 1-2 പടങ്ങൾ എക്സിൽ പോസ്റ്റ് ചെയ്തു. ഈ പോസ്റ്റ് ചെയ്തതോടുകൂടി ലക്ഷദ്വീപ് എന്ന് പറയുന്ന വലിയ ടൂറിസം കേന്ദ്രമുണ്ടെന്ന് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ അറിഞ്ഞു. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വലിയ ഫിഗറാണ്. സ്വാഭാവികമായും അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ലോക ജനത ശ്രദ്ധിക്കും. അപ്പോൾ ഉടനെ മാലിദ്വീപുകാർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. അവിടുത്തെ ജനപ്രതിനിധികളൊക്കെ പറഞ്ഞു, ഇതെന്താണ് ഈ മോദി കാണിക്കുന്നത്, ഞങ്ങളുടെ ദ്വീപിനെ തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. മാത്രമല്ല ലൈഫ് ജാക്കറ്റ് ഇട്ടുകൊണ്ട് മോദി വെള്ളത്തിൽ നീന്തുന്നു, അദ്ദേഹം കോമാളിയാണ്, ഒപ്പം ഈ ഇസ്രയേലിൻ്റെ കയ്യിലെ പാവയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായി പ്രധാനമന്ത്രി അങ്ങ് അധിക്ഷേപിച്ചു. നമുക്ക് ഭയങ്കര ഷോക്ക്. കാരണം നമ്മൾ വ്യത്യസ്ത സംസ്ഥാനങ്ങൾ, വ്യത്യസ്ത ഭാഷ, സംസ്കാരമൊക്കെ ആണെങ്കിലും നമ്മുടെ ഭരണാധികാരിയെ കുറ്റപ്പെടുത്തിയാൽ നമ്മൾ ഒന്നിച്ചിരിക്കും. നമുക്കറിയാലോ, പണ്ട് സച്ചിൻ തെണ്ടുൽക്കർക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ സോഷ്യൽ മീഡിയയിൽ വെട്ടുകിളികളെ പോലെ ആക്രമിച്ച് എന്ന് പറയുന്ന പോലെ ഇന്ത്യക്കാരെല്ലാം ഒന്നിച്ച് നിന്നോടുകൂടി ഉണ്ടായ ഫലം ഇന്ത്യക്കാർ മാലിദ്വീപിലേക്ക് ടൂർ പോകുന്നത് നിർത്തി. അപ്പോൾ ടൂറിസമായിരുന്നു മാലിദ്വീപിലെ ഏറ്റവും പ്രധാന വ്യവസായം അല്ലെങ്കിൽ വരുമാന മാർഗം, ഒപ്പം മത്സ്യബന്ധന മാർഗങ്ങളുമാണ്. അപ്പം മത്സ്യബന്ധനം, മത്സ്യ സംസ്കരണം, ഇതുമായി ബന്ധപ്പെട്ട നവീകരണം, എല്ലാ കാര്യങ്ങളിലും ഇന്ത്യ അവിടെ വലിയ നിക്ഷേപം നടത്തി. അപ്പോൾ കാലാകാലങ്ങളായി മാലിദ്വീപുമായി വലിയ ബന്ധമുണ്ടായിരുന്ന ഇന്ത്യയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ കുറച്ച് ആൾക്കാർ ഇത്തരം പ്രചാരണം നടത്തി. പ്രധാനമന്ത്രിക്കെതിരെ ഈ മുഹമ്മദ് മൊയ്സുവിൻ്റെ മന്ത്രിസഭയിലെ 2 മന്ത്രിമാർ വളരെ മോശമായ കമൻറ്റുകൾ ഇട്ടു. ആ കമൻറ്റുകൾക്ക് വലിയ പ്രചാരം ലഭിച്ചു, അല്ലെങ്കിൽ അവിടുത്തെ സാധാരണക്കാർ അത് ഏറ്റെടുത്തു. അതോടുകൂടി ആ ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധം തന്നെ തകർന്നു. ഒടുവിൽ ഈ 2 മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തു മന്ത്രിസഭയിൽ നിന്ന്, പ്രശ്നം രൂക്ഷമായതോടുകൂടി. ഇപ്പോൾ ഈ മുഹമ്മദ് മൊയ്സു പറയുകയാണ്, ഈ 2 മന്ത്രിമാരെ ഞങ്ങൾ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കി. ലോകമേ നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കുറ്റം പറഞ്ഞ 2 മന്ത്രിമാരെ ഇനി ഞങ്ങൾക്ക് മന്ത്രിസഭയിൽ വേണ്ട, ഞങ്ങൾക്ക് വേണ്ടത് ഇന്ത്യയാണ്, ഞങ്ങൾ ഇന്ത്യയിലേക്ക് വരാൻ തയ്യാറെടുക്കുകയാണ്, ഞങ്ങൾക്ക് ഇന്ത്യയുമായി നയതന്ത്ര ബന്ധം വേണം എന്ന് പറയുന്നു. അപ്പോൾ ഈ പ്രസിഡൻറ്റിൻ്റെ ഓഫീസിനെ ഉദ്ധരിച്ചുകൊണ്ട് ഔദ്യോഗിക വക്താവുണ്ട്, ഹീന വാഹിദ് എന്നാണ് അവരുടെ പേര്. ആ സ്പോക്സ് പേഴ്സൺ പറയുകയാണ്, മാലദ്വീപിൻ്റെ പ്രസിഡന്റ് എത്രയും വേഗം ഇന്ത്യയിലേക്ക് എത്തുന്നു, നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. എന്നാൽ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. എന്താ തീയതി പ്രഖ്യാപിക്കാത്തത്? ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനി സമയം കൊടുക്കണം. അതായത് നമ്മുടെ കാല് പിടിക്കണം, ഇന്ത്യയുടെ കാല് പിടിക്കുന്ന ഒരു അവസ്ഥയാണ് മാലദ്വീപിനുണ്ടായത്. അതായത് ചൈനയുമായിട്ടുള്ള ബന്ധം ഇവർ നല്ല രീതിയിൽ കൊണ്ടുപോകാം, അതുവഴി ഇന്ത്യയെ ഒഴിവാക്കാം എന്നായിരുന്നു ഇവരുടെ മനസ്സിൽ. ഇപ്പം അങ്ങനെയാണോ? അതെ, അങ്ങനെ തന്നെയാണ്. അതായത് ചൈന, അതായത് ഇന്ത്യൻ ഓഷ്യനിൽ അല്ലെങ്കിൽ ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇവിടെയൊക്കെ ഇന്ത്യ വലിയൊരു ശക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ഇന്ത്യയുടെ അടുത്ത സ്ഥലമായ മാലദ്വീപിനെ കയ്യിലെടുക്കാൻ ചൈന ശ്രമിച്ചു. കാരണം അവർക്ക് ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ചൈന അവിടേക്ക് ചെല്ലുന്നു, കുറച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തുന്നു. എന്നിട്ട് പറയുന്നു, ഞങ്ങളുടെ കപ്പലുകൾ ഇവിടെ കൊണ്ടിടാം, ഞങ്ങളുടെ വിമാനങ്ങൾ ഇവിടെ കൊണ്ടിടാം, നിങ്ങളെ രക്ഷിക്കാമെന്നൊക്കെ പറയുന്നു. എന്നിട്ട് അവിടെ ചില പ്രോജക്റ്റുകൾ, ഇന്ത്യ ഏതാണ്ട് $500 ബില്യൺ
പ്രോജക്റ്റുകൾ അവിടെ നടപ്പാക്കി. 2020 ഈ പ്രസിഡന്റ് അധികാരമേൽക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ 8 പ്രോജക്റ്റുകൾ പൂർത്തിയാക്കി. അപ്പോൾ ഈ പണമൊക്കെ മുടക്കുന്ന ഇന്ത്യക്ക് അറിയാം ഇത് അടുത്ത കാലത്തൊന്നും തിരിച്ചു കിട്ടില്ല. ഇന്ത്യ ഒരു സേവനം, ഒരു സഹായം എന്ന നിലയിൽ ചെയ്യുന്നതാണ്. അത് ഇന്ത്യയിലെ സ്റ്റേറ്റിനൊക്കെ എങ്ങനെയാണോ കേന്ദ്രം സാമ്പത്തിക സഹായം നൽകുന്നത് അതുപോലെ മാലിദ്വീപിന് നൽകിയതാണ്. പക്ഷേ ചൈനയുടെ ലക്ഷ്യം അതല്ല. ചൈനയ്ക്ക് ഈ മാലിദ്വീപിൽ ആധിപത്യം സ്ഥാപിക്കണമായിരുന്നു. അതിനു വേണ്ടിയിട്ട് അവരെന്ത് കൊടുത്തു, അവിടെ ഒരു ഗ്രേറ്റ് മാലി പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി അവർ ആവിഷ്കരിച്ചു. ഗ്രേറ്റർ മാലി പ്രൊജക്റ്റ് എന്നാണ്. ഈ പ്രൊജക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാലി എന്ന് പറയുന്നതാണ് ഒരു വലിയ സ്ഥലം എന്ന് പറയുന്നത്, ബാക്കിയെല്ലാം ചെറു ചെറു ദ്വീപുകളാണ്. അപ്പോൾ ഈ മാലിയെ ഈ ചെറു ദ്വീപുകളുമായിട്ടൊക്കെ കണക്ട് ചെയ്യാനായിട്ട് ഗ്രേറ്റ് മാലി പ്രൊജക്റ്റ് എന്ന പേരിൽ ഒരു പാലവും റോഡും ഒക്കെ നിർമ്മിക്കുക. എന്ന് പറഞ്ഞാൽ ഈ സമീപത്തെ ദ്വീപുകളിലേക്ക് ആളുകൾ, ടൂറിസ്റ്റുകളൊക്കെ പോകുന്ന സീ പ്ലെയിൻ വഴിയാണ്. നമുക്കറിയാലോ, കടലിലൂടെ പോകുന്ന വിമാനം. അത് ഭയങ്കര എക്സ്പെൻസീവാണ്, അവിടുത്തെ ജനങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത്തരം ഒരു പദ്ധതി ചൈന മുന്നോട്ട് വെച്ചു. പക്ഷേ ഇന്ത്യയായിരുന്നു ഈ പദ്ധതി ആദ്യം പ്ലാൻ ചെയ്തത്. ഇപ്പോൾ ഇന്ത്യയെ മാറ്റിയിട്ട് ചൈനയെ അവിടെ കൊണ്ടുവരികയാണ്. മാത്രമല്ല ഈ മുഹമ്മദ് മൊയ്സു അധികാരത്തിലേറിയ ഉടനെ നേരെ ചൈനയിലേക്കാണ് പോയത്. അപ്പോൾ ഷീ ജിൻപിങ് പറഞ്ഞു 2 ദിവസം അവിടെ കാത്തിരിക്ക്, ഞാൻ സമയം തരാം, എന്നിട്ട് എന്നെ കാണാം. അപ്പോൾ ചൈനയിൽ പോയി കാത്തിരിക്കേണ്ടി വന്നു. പിന്നെ തുർക്കിയിൽ പോയി. സാധാരണഗതിയിൽ മാലിദ്വീപുമായിട്ട് ഇന്ത്യക്ക് കാലങ്ങളായി ബന്ധമുള്ളതിനാൽ ഏതൊരു ഭരണകൂടവും അധികാരത്തിൽ ഏറ്റെടുത്തു കഴിഞ്ഞാലും ഇന്ത്യയിലേക്ക് വരും. എന്നിട്ട് ഇന്ത്യയിലൊരു സന്ദർശനമൊക്കെ നടത്തും. ഇതാണ് ഒരു കീഴ്വഴക്കം, നിയമമൊന്നുമല്ല. പക്ഷേ ഇത് പച്ചയ്ക്ക് ലംഘിക്കുകയായിരുന്നു ഈ മുഹമ്മദ് മൊയ്സു. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചൈനയ്ക്കൊപ്പമാണ്, നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നു. അപ്പോൾ ഇന്ത്യൻ സൈനികരെ അവിടെ ഒഴിവാക്കുന്നു. ഈ മെഡിക്കൽ എയ്ഡിനും വേണ്ടി മറ്റും ചെറു വിമാനങ്ങളും ഹെലികോപ്റ്ററും ഒക്കെ ഇന്ത്യ അവിടെ കൊടുത്തിരുന്നു. അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഇന്ത്യൻ സൈനികരായിരുന്നു, സാങ്കേതിക രംഗത്തെ വിദഗ്ധരായിരുന്നു. ഇവരെ എല്ലാം ഒഴിവാക്കി. ഇപ്പം മുഹമ്മദ് മൊയ്സുവിന് മനസ്സിലായി ചൈന ഞങ്ങളെ ചതിക്കുകയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പാലം ഉണ്ടാക്കുന്നത് പറഞ്ഞില്ലേ, മറ്റ് ദ്വീപുകളെ ബന്ധിച്ച് ഏതാണ്ട് 6.7 കിലോമീറ്ററാണ് കടലിലൂടെ ഈ പാലം ഉണ്ടാക്കേണ്ടത്. 6-7 കിലോമീറ്റർ നീളം എന്ന് പറഞ്ഞാൽ എത്ര രൂപയുടെ ചിലവാണ്. അപ്പോൾ ചൈന ആദ്യം കുറച്ച് പൈസ മുടക്കി. എന്നിട്ട് ഇപ്പോൾ അവരതിൽ നിന്ന് പിന്മാറിയിട്ട് ഇപ്പം ഞങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് ചൈനീസ് അംബാസിഡർ ഇവരോട് പറയുകയാണ്, നിങ്ങൾ, അതായത് മാലിദ്വീപുകാർ ഞങ്ങൾക്ക് 3.4 ബില്യൺ ഡോളർ തരണം. അതായത് ഞങ്ങൾ ഇത്രയും പൈസ അവിടെ ഇൻവെസ്റ്റ് ചെയ്തു, അത് ഞങ്ങളുടെ ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് വായ്പയായി തന്നതാണ്. ആ പണം എത്രയും പെട്ടെന്ന് തിരിച്ചു തരണം. ഉടനെ മാലിദ്വീപ് കണക്ക് കൂട്ടിയൊക്കെ നോക്കും, പറഞ്ഞു ഞങ്ങൾ 1.4 ബില്യൺ ഡോളറേ കടമായിട്ട് എടുത്തുള്ളൂ. അപ്പം ചൈന ഈ കൊടുത്ത പണവും അതിൻ്റെ പലിശയെല്ലാം കൂട്ടി അവരെ ഒരു ട്രാപ്പിലാക്കാൻ നോക്കുകയാണ്. അപ്പം ഈ മാലിദ്വീപിന് മനസ്സിലായി ഇത് വലിയ അപകടത്തിലേക്കാണ്. കാരണം മാലിദ്വീപിൻ്റെ GDP എന്ന് പറയുന്നത് തന്നെ 3.4 മറ്റേ ഉള്ളൂ. അത്രയും പൈസ കടമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തീർന്നില്ല, ആ രാജ്യം തന്നെ ഇല്ലാതെ ഇപ്പോൾ. അപ്പോൾ ഇന്ത്യയുടെ നയതന്ത്ര സ്വഭാവം മനസ്സിലാക്കി, ഇന്ത്യയിലെ ഏജൻസികളുടെ സ്വഭാവമൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഈ മാലിദ്വീപിന് മനസ്സിലായി ഇന്ത്യയായിരുന്നു ശരി, ചൈന ഞങ്ങളെ ട്രാപ്പിലാക്കിയായിരുന്നു. അതുകൊണ്ട് പതുക്കെ ഇന്ത്യയുടെ അടുത്ത് അടുക്കുന്നു. എന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ കുറച്ച് ആൾക്കാർക്ക് സൈനിക സേവനം തരണം, ഞങ്ങളുടെ ആളുകളെ ഒന്ന് ട്രെയിൻ ചെയ്യണം, പട്ടാളം ഇങ്ങോട്ടേക്ക് വരണം, ഒപ്പം ഞങ്ങളുടെ 1000 സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുണ്ട്, അവർക്ക് പരിശീലനം നൽകണം. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നു. ഇത്തരത്തിൽ മാലിദ്വീപിന്റെ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ചൈനയുടെ ഒരു നിലപാട് എന്തായിരിക്കും? തീർച്ചയായിട്ടും ചൈന അതിനെ എതിർക്കാനാണ് സാധ്യത. പക്ഷേ നേരിട്ട് എതിർക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർ പറയുന്ന ടൂറിസവും അതുപോലെ തന്നെ ഈ മത്സ്യബന്ധനവുമാണ് അവിടുത്തെ ഒരു വരുമാന മാർഗം. അപ്പോൾ ഈ ടൂറിസത്തിൽ ഇന്ത്യക്കാർ അങ്ങോട്ട് പോയില്ല. കാരണം ഇന്ത്യയിലെ പ്രധാനമന്ത്രി അധിക്ഷേപിച്ചതുകൊണ്ട് നമ്മുടെ ബോളിവുഡ് താരങ്ങൾ ഉൾപ്പെടെ അവർക്കെതിരെ ഹേറ്റ് ക്യാമ്പയിനൊക്കെ നടത്തി. അതുകൊണ്ട് എന്ത് കൊടുത്തു, ടൂറിസ്റ്റുകൾ കുറഞ്ഞു. ഇപ്പോൾ പുതിയ കണക്കനുസരിച്ച് ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ 41% ഇടിവുണ്ടായി എന്ന് പറഞ്ഞാൽ ആ മേഖല കംപ്ലീറ്റ് തുറന്നു. ഒപ്പം ലക്ഷദ്വീപിലും 35% ടൂറിസ്റ്റുകൾ കൂടി. ലക്ഷദ്വീപിൽ ഈ പറയുന്ന മാലദ്വീപിൻ്റെ അത്ര അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല. എന്നിട്ടും ഇന്ത്യക്കാരും വിദേശികളുമായ ടൂറിസ്റ്റുകൾ അവിടേക്ക് ചെല്ലുന്നു. ഒപ്പം ആൻഡമാൻ നിക്കോബാർ ദ്വീപിലേക്ക് 56% ആളുകളെത്തി. എന്ന് പറഞ്ഞാൽ മാലദ്വീപിനെ പൂർണ്ണമായിട്ടും കൈയൊഴിഞ്ഞു. അവരാകെപ്പാടെ പേടിച്ചു. അങ്ങനെ ഇന്ത്യയുമായി നയതന്ത്ര ബന്ധം തുടരണം എന്നൊക്കെ ആവശ്യപ്പെട്ടു. അങ്ങനെ എസ് ജയശങ്കർ കഴിഞ്ഞ മാസം നമ്മുടെ വിദേശകാര്യമന്ത്രി അവിടെ ചെല്ലുന്നു, അവരുമായി നയതന്ത്ര ഇടപാടുകളൊക്കെ നടത്തുന്നു. അപ്പോൾ പറഞ്ഞു ഈ UPI പോലെയുള്ള പണ ഇടപാടുകളുണ്ട്, അതൊന്നും അവിടെ അത്ര വ്യാപകമല്ല. അപ്പോൾ ഇന്ത്യയുമായി സഹകരിച്ചുകൊണ്ട് അത്തരം പദ്ധതി നമുക്ക് നടപ്പാക്കണം. അങ്ങനെ 6 പ്രോജക്റ്റുകൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും മെഡിക്കൽ മേഖലയുടെ ബന്ധപ്പെട്ടും ഒക്കെ 6 പ്രൊജക്റ്റുകൾ ചെയ്യാമെന്ന് ഈ ജയശങ്കർ ചില ഉറപ്പുകൾ നൽകി. അപ്പോഴാണ് അവർക്കൊന്ന് ശ്വാസം നേരെ വീണത്. കാരണം ചൈന ഞങ്ങളെ ആക്രമിച്ചാലും ഇന്ത്യ ഉണ്ടാകും കൂടെ. അപ്പോൾ ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം എന്ന് പറയുന്നത് അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നതിന്
അപ്പുറത്തെ ഡെപ്താണ്. കാരണം ഇന്ത്യ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊണ്ടുവന്ന് കാല് പിടിപ്പിച്ചതല്ലേ അക്ഷരാർത്ഥത്തിൽ. ചൈന ഇങ്ങനെ ചതിക്കുമെന്ന് ഇവർ ഒരിക്കലും കരുതിയില്ല. അപ്പോൾ ചൈനയിൽ പോയി അവിടുത്തെ പ്രധാനമന്ത്രിയെ കാണാൻ 2 ദിവസം കാത്തു നിന്നു. അപ്പോൾ ഈ മുഹമ്മദ് മൊയ്സു ഇത്രയും കാലം ഇന്ത്യയെ പുറത്താക്കും, നരേന്ദ്രമോദി സർക്കാർ മോശമാണെന്നൊക്കെ പറഞ്ഞിട്ട് അതേ ജനതയുടെ മുമ്പിൽ അപഹാസ്യരായിക്കൊണ്ട് പ്രധാനമന്ത്രിയെ കാണാനായിട്ട് വരികയാണ്. അപ്പം അവരുടെ സ്പോക്സ് പേഴ്സൺ ഔദ്യോഗികമായി പറയുന്നു എത്രയും വേഗം ഞങ്ങളുടെ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരും, എന്നിട്ട് നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും, ചൈനയുമായുള്ള ബന്ധങ്ങളെല്ലാം ഞങ്ങൾ അവസാനിപ്പിക്കുമെന്ന് പറയുന്നു. അപ്പോൾ എക്സ് പ്ലാറ്റ്ഫോമിൽ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫോട്ടോ വീഡിയോ പോസ്റ്റ് ചെയ്തതിൻ്റെ പേരിലാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇത്രയധികം മോശമായിട്ട് അവർ ചിത്രീകരിച്ചത്. അതൊരിക്കലും അവർക്ക് അത്തരം ആ പോസ്റ്റിലൂടെ ലക്ഷദ്വീപിൽ പിന്നെ കൂടുതൽ വികസനങ്ങൾ ഉണ്ടാകുന്നു, ലക്ഷദ്വീപിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തുന്നു, ഇത് തേടി പിടിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ ആളുകൾ വന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ കേട്ടതാണ്. അപ്പോൾ ഈ പ്രധാനമന്ത്രി ഇടുന്ന ഓരോ ഫോട്ടോയ്ക്കും അതിൻ്റെതായ ലക്ഷ്യങ്ങളുണ്ട് എന്ന് ഈ എക്സിൽ ഈ ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട ഫോട്ടോകൾ വന്നതിന് ശേഷമാണ് വിമർശിക്കുന്നവർക്ക് കുറേ പേർക്ക് കാര്യങ്ങൾ മനസ്സിലായത് എന്നുള്ളതാണ്. എന്തായാലും മാലിദ്വീപിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുമായി ഒരു നല്ല രീതിയിലുള്ള ബന്ധം അവർ കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി ചൈനയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിയുടെ അടുത്തേക്ക് എത്തുമ്പോൾ തീർച്ചയായും മാലിദ്വീപിൻ്റെ വികസന കാര്യങ്ങളിലും ഒക്കെ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ വലിയ നേട്ടമുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. കാരണം ലക്ഷദ്വീപിൽ ഈ ഇത്രയും ടൂറിസ്റ്റുകൾ വന്നത് അതുകൊണ്ടാണ് നരേന്ദ്രമോദി പറഞ്ഞത് ഇനി ഞാൻ ഈ ലക്ഷദ്വീപിനെ വികസിപ്പിക്കാൻ പോകുന്നു, ഒപ്പം അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ, അവിടുത്തെ ആർമിയൊക്കെ വലുതായിട്ട് വിന്യസിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ അതുപോലെ ഇന്ത്യൻ മഹാസമുദ്രത്തിലുമൊക്കെ ഇന്ത്യക്ക് വലിയ മേധാവിത്വമുണ്ട്. ഈ മേധാവിത്വം തകർക്കണമെന്ന് ചൈനയ്ക്ക് എക്കാലവും ആഗ്രഹമുണ്ട്. പക്ഷേ ചൈനയുടെ അതിർത്തി ഒന്നും ഇന്ത്യൻ മഹാസമുദ്രത്തോട് ചേർന്നല്ല. അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യൻ മഹാസമുദ്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഇന്ത്യ സമീപത്തെ അയൽ രാജ്യങ്ങളായ ശ്രീലങ്ക, ഭൂട്ടാൻ, നേപ്പാൾ, ഈ മാലിദ്വീപ് ഇവരെയൊക്കെ എപ്പോഴും സഹായിക്കുന്നു. എന്തിനാണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ തങ്ങളെക്കാൾ ചെറിയ രാജ്യങ്ങളുടെ ഒരു സപ്പോർട്ട് ഇന്ത്യക്ക് വേണം. ഇത് ഇന്ത്യയുടെ നയതന്ത്ര ബന്ധത്തിൻ്റെ ഒരു വലിപ്പം എടുത്ത് കാണിക്കുന്നത്. കാരണം നമ്മൾക്കറിയാം നമ്മൾ ഈ പൈസയൊക്കെ ഇവിടെ നിക്ഷേപിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു കിട്ടുമെന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ ഇവർ നമ്മളോടൊപ്പം നിൽക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും വർഷങ്ങളായി ബന്ധം പുലർത്തുന്ന ഒരു മാലിദ്വീപ് എന്ന് പറയുന്ന ഒരു ദ്വീപ സമൂഹമാണ് ഇന്ത്യ ഒറ്റയടിക്ക് പറിച്ചു കളയാൻ ശ്രമിച്ചത്. പക്ഷേ ഇന്ത്യ വളരെ ബുദ്ധിപരമായ നീക്കങ്ങൾ നടത്തി. ഒടുവിൽ ഇന്ത്യൻ സൈനികരുടെ സേവനം വേണമെന്ന് പറഞ്ഞു. അവിടുത്തെ ടൂറിസം മന്ത്രി ഉണ്ട്. ടൂറിസം മന്ത്രി വന്നിച്ച് പറയുകയാണ് ഒരിക്കലും ഞങ്ങളെ ഉപേക്ഷിക്കരുത്, ഞങ്ങളുടെ ടൂറിസം ബാൻ എന്നേക്കുമായി നിർത്തണം. മൂസ സമീർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പറയൂ ഇന്ത്യയിൽ നിന്ന് ടൂറിസ്റ്റുകൾ കൂടുതലായിട്ട് വരണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ നമ്മൾ ചെയ്തു തുടങ്ങി. മാലിദ്വീപിലേക്കുള്ള ടൂറിസം സെൻറ്ററുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടുന്നുള്ള ടൂറിസം ഓപ്പറേറ്റേഴ്സ് ഉണ്ടല്ലോ, അവിടേക്ക് കുറച്ച് ആളുകളൊക്കെ വിടുന്നു. നേരത്തെ പോകാതിരുന്ന ഇന്ത്യക്കാർ അങ്ങോട്ട് പോകുന്നു. എന്തായാലും ഈ ചൈനയുടെ ഭീഷണി അവിടെ നിലനിൽക്കുന്നതുകൊണ്ട് മുഹമ്മദ് മൊയ്സു വരും ദിവസങ്ങളിൽ, അതായത് 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ ഇന്ത്യയിലേക്ക് എത്താനും പ്രധാനമന്ത്രിയുടെ കാല് പിടിച്ച് ചെയ്യുന്ന തെറ്റിന് മാപ്പ് പറയാനും സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെയും നമ്മൾ നിർണായകമായൊരു തീരുമാനം എടുക്കുന്നു. എന്ന് മുഹമ്മദ് മൊയ്സുവിന് പ്രധാനമന്ത്രിയെ കാണണമെന്ന കാര്യത്തിലുള്ള തീരുമാനം നമ്മൾ അങ്ങോട്ട് അറിയിക്കാം. അതുവരെ വെയിറ്റ് ചെയ്യും. എന്തായാലും വലിയ പണിയാണ് കൊടുത്തത്. വലിയ പണി തന്നെയാണ്. കാരണം ഇന്ത്യക്കിട്ട് പണിയാൻ ശ്രമിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള വലിയ തിരിച്ചടികൾ കിട്ടുമെന്ന് ഒരു പാഠം കൂടിയാണ് മാലിദ്വീപിലൂടെ ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.